എല്ലാവർക്കും നമസ്കാരം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൽ ആക്ച്വലി നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്ററിലെല്ലാം ഒരു ബോഡി ലീനിയറായിട്ട് മൂവ് ചെയ്യുന്നു, അതായത് ഒരു ബോഡിയുടെ ട്രാൻസ്ലേറ്ററി മോഷൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ മൂവ് ചെയ്യുക എന്ന രീതി, ആ ഒരു ടൈപ്പ് ഓഫ് മോഷൻസാണ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഫിക്സഡ് ആക്സിസിന് വെച്ചിട്ട് ആ ആക്സിസിന് ക്രോസ് ആയിട്ടിരുന്ന് പാർട്ടിക്കിൾസ് കിടന്ന് അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് മോഷനാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പം നമ്മളവിടെ ഒരു പാർട്ടിക്കിളിന് പകരം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് സപ്പോസ് നിങ്ങളുടെ മനസ്സിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു സർക്കിൾ ഉണ്ടെന്നിരിക്കുക. ഈ സർക്കിളിനകത്ത് ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ. ഇപ്പം ഈ സർക്കിളിൽ ഞാനിപ്പോൾ ഒരു ഡിസ്ക് ആണെന്നിരിക്കട്ടെ, സർക്കുലർ ഡിസ്ക്കാണ്. ഈ ഡിസ്കിൽ ഇതിങ്ങനെ ഒരു പ്രത്യേക സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളെല്ലാം ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണല്ലേ. അപ്പം ഈ ഓരോ പാർട്ടിക്കിളിനും ഓരോ ടൈമിൽ ഒരു വെലോസിറ്റി കാണും. അപ്പം ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഫീച്ചർ പറയണം, അതായത് അതിൻ്റെ ഓരോന്നിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആകമാനം ഈ ഒരു സിസ്റ്റത്തിൻ്റെ റൊട്ടേഷണൽ മോഷനെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളൊരു ഐഡിയ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളൊരു കൺസെപ്റ്റാണ് റിജിഡ് ബോഡി. എന്താണ് റിജിഡ് ബോഡി? റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിജിഡ് ബോഡി ഈസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. അതായത് സപ്പോസ് നിങ്ങളിപ്പം ഒരു റോഡുണ്ട്. റോഡെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സ്റ്റീൽ റോഡ് വിചാരിക്കാം. അപ്പം ആ സ്റ്റീൽ റോഡുള്ളപ്പോഴത്തേക്കും ഈ സ്റ്റീൽ റോഡിനെ നിങ്ങൾ ആക്ച്വലി ഒന്ന് പിടിച്ച് വളയ്ക്കാനോ തിരിക്കാനോ ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് വലുതായിട്ട് മാറുന്നില്ലല്ലേ. ഇപ്പോൾ നല്ല ഫോഴ്സ് കൊടുത്താൽ അത് മാറും, പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടൊരു അതിൻ്റെ അതിൻ്റെ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ബോഡി, റിജിഡായിട്ടൊരു ബോഡി. റിജിഡ് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതിലിപ്പം കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഇരിക്കുക. ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ചേഞ്ച് ആകുന്നുള്ള മീനിങ് എന്താ? ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഷേപ്പ് മാറി, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇരുന്ന് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പം വേറെ രീതിയിലായിപ്പോൾ, അതായത് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു അവർ തമ്മിലുള്ള പൊസിഷൻസ്, ഇതിൻ്റെ പൊസിഷൻ മാറി അങ്ങനെ മാറും. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് റിജിഡ് ബോഡി അല്ല. അതാണ് റിജിഡ് ബോഡിയുടെ ഒരു ഐഡിയ. ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി റിജിഡ് ബോഡി എന്ന് പറയുന്നൊരു ഐഡിയൽ കൺസെപ്റ്റാണ്. അങ്ങനത്തെ ബോഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബോഡി ഇല്ല. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള പല ബോഡീസും നമുക്ക് റിജിഡ് ബോഡി ആയിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് റിജിഡ് ബോഡിയുടെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ളും നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരുവിധം ബോഡീസ് എല്ലാം റിജിഡ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ചില ബോഡീസ്, അതായത് ഇപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള വസ്തുക്കൾ, സ്റ്റീല്, അയൺ, അങ്ങനത്തെ വസ്തുക്കളൊക്കെ നമുക്ക് റിജിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന കുറേ തിയറീസ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ഇനി ഒരു പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷനും പ്യുവർ റൊട്ടേറ്ററി മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷൻ പറയാൻ പോവാണ്. ഒരു സ്ലൈഡിങ് ബ്ലോക്കാണ്, അതായത് ഇതൊരു പാത്താണ്. ഇപ്പോൾ ഇവിടെ കയറിയൊരു നമ്മൾ സപ്പോസ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് വെക്കുന്നു. ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ അതപ്പോൾ ആക്ഷൻ സംഭവിക്കും, അത് താഴോട്ട് മൂവ് ചെയ്യും അല്ലേ. ഇനി നിങ്ങളിപ്പം ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി ആ പടം ഒന്നുകൂടെ വരയ്ക്കാം. അപ്പം ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക്, അതിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം ഈ റെക്റ്റാങ്കിൾ ബ്ലോക്ക് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാർട്ടിക്കിളും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിളും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആകമാനം താഴോട്ടാണ് പോകുന്നത്. അപ്പം അതേ ഡയറക്ഷനിലാണ് ഈ പാർട്ടിക്കിളുടെ വെലോസിറ്റിയും കിടക്കുന്നത്, ഇതിൻ്റെ വെലോസിറ്റിയും കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റും. ഇനി സപ്പോസ് ഇനിയിപ്പം ഇതേപോലത്തെ ഒരു സ്ഥലത്ത് തന്നെ നമ്മളൊരു ഡിസ്ക് എടുത്ത് വെക്കുന്നു, ഒരു സർക്കുലർ ഡിസ്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ആക്ച്വലി എപ്പോഴും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്
ഡിസ്ക് പോകുന്ന ഡയറക്ഷനിലുള്ളത് തന്നെയായിരിക്കും ആ സെൻട്രൽ പോയിൻ്റിൻ്റെ വെലോസിറ്റി. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഒരു പോയിൻ്റിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ഇവിടുത്തെ ഒരു പോയിൻ്റ് വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും? അല്ല, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതിൻ്റെ വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഏകദേശം ഇവിടുത്തെ ഒരു എണ്ണത്തിന് എങ്ങോട്ടായിരിക്കും? അത് വേറൊരു ഏതൊരു ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർക്കുലർ മോഷനിൽ ഒരു ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു, അത് താഴോട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യല്ല, താഴോട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉരുണ്ട് താഴോട്ട് വീണ് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തെ ഓരോ പോയിൻറ്റിലും ഓരോ പാർട്ടിക്കിൾ കാണുമെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിളിൻ്റെ ആ ടൈമിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കത്തില്ല, പലതിൻ്റെ ഡയറക്ഷൻ പലതായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷൻ്റെ എക്സാമ്പിൾ അല്ല. ഇതൊരു ജസ്റ്റ് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ബോഡിയിലല്ല ഇതാണ്. പക്ഷേ ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കറങ്ങും, ബോഡി കറങ്ങും. ആ സമയത്ത് പലതിൻ്റെ വെലോസിറ്റി പലതാണ്. ഓക്കെ, അതാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പം ഒരു പാർട്ടിക്കിൾ എല്ലാം ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ പറ്റി പറഞ്ഞാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആകമാനം ആ ബോഡിയുടെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ പലതിനും പലതായതുകൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓരോന്നിനെയും കൺസിഡർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ആകമാനം ആ ബോഡിയെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അവിടെയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഐഡിയ വരുന്നത്. ഓക്കെ, ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ വാക്കിൽ തന്നെ ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഏതാണോ, ഏതെങ്കിലും ഒരു ഫിക്സഡ്, ഇപ്പം സപ്പോസ് ഇതൊരു സർക്കിളാണെങ്കിൽ, ഒരു സർക്കുലർ റിങ് ആണെങ്കിൽ അതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഇമാജിനറി ലൈൻ ഉണ്ട്. ഈ റിങ് സപ്പോസ് ഇങ്ങനെ കിടന്ന് ഇതിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങുമ്പോഴത്തേക്കും ഇതാണ് ഈ ഒരു ഇമാജിനറി ലൈനാണ് എൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഇനി ഈ റിങ് ഇങ്ങനെ മാത്രമേ കറങ്ങാൻ പറ്റത്തുള്ളൂ, ഞാൻ വേറൊരു രീതി കറക്കാം. അതായത് സപ്പോസ് നിങ്ങളൊരു ഡയമീറ്റർ കൺസിഡർ ചെയ്യുക. ഡയമീറ്റർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതുവഴി ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ റിങ്ങിനായിരിക്കും കറങ്ങുന്നത്. അത് നിങ്ങൾ 3D ആയിട്ട് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് ഈ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ അത് ആ രീതി കറങ്ങും. ഓക്കെ, ഈ രണ്ട് രീതി നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക, കറങ്ങുന്ന രീതിയിലുള്ള വ്യത്യാസം. ഇതാണ് അപ്പം ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഇത് ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ്. ഇതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ആക്സിസ് വരയ്ക്കുകയാണ്. സപ്പോസ് എൻ്റെ ഇവിടെ ഒരു മാസ് ഉണ്ട്, M1 എന്ന് പറഞ്ഞൊരു മാസ് ഇവിടെ ഉണ്ട്. ഒരു മാസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യും, ഒരു ബോൾ, ചെറിയൊരു ബോൾ. ഇവിടെ വേറൊരു ഡിസ്റ്റൻസിൽ M2 എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് പാർട്ടിക്കിൾ രണ്ടിടത്തായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മാസ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ആ മാസിൻ്റെ നടുക്കത്തെ ഒരു പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. പക്ഷേ ഇവിടെ രണ്ട് മാസുകളുണ്ട്, ഒരു മാസ് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു മാസ് ഇരിക്കുന്നു. സെൻറ്റർ ഓഫ് മാസ്, ആ പേരിലൊരർത്ഥമുണ്ട്, മാസുകളുടെ സെൻറ്റർ. അപ്പം ഇതിൻ്റെ ഒരു നിങ്ങൾക്കിപ്പം വിഷ്വലി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പറയും ഇവിടെ ഒരു മാസമുണ്ട്, ഇവിടെ ഒരു മാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ട് വരുമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം M1 ഉം M2 ഉം ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സപ്പോസ് M1 ഉം M2 ഉം ഡിഫറൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇരിക്കുന്ന ഒരു എക്സ് ആക്സിസിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിപ്പിക്കുന്നത് ഒരു എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ x1 എന്ന് വിളിച്ചു. x1 ഏത് ഡിസ്റ്റൻസിനെയാണ്? M1 വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ x1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ M2 വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കുന്നു? x2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. അങ്ങനെ ആകുമ്പം ഞാൻ ഇവിടെ സപ്പോസ് ഇതിൽ എവിടെയോ നടുക്ക് ഒരു പോയിന്റിലാണ് എക്സ് എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ. ആ എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്നില്ല അത് കറക്റ്റ് നടുക്കാന്ന് പറയുന്നില്ല, ഇതിൽ രണ്ടിൻ്റെ നടുക്ക് എവിടെയോ ആണ്, അത് നമുക്കറിയാം. അത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? M1 x1 പ്ലസ് M2 x2 ഡിവൈഡ് ബൈ
M1 plus M2. ഓക്കെ, സപ്പോസ് ഇവിടെ രണ്ട് മാസം ഈക്വൽ ആണ്, എന്ത് സംഭവിക്കും? ഇത് 2 മാസം ഈക്വൽ ആണെങ്കിൽ M ക്യാൻസലായി പോകുമ്പോൾ അവസാനം എന്ത് പറയും? ഇവിടെ 2 എന്ന് പറയും, അവിടെ M ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് x1 സപ്പോസ് ഇഫ് M1 ഈസ് ഈക്വൽ ടു M2 എന്ത് വരും? അതൊരു പ്രത്യേക കണ്ടീഷനാണ്. ആ സമയത്ത് എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. അത് മറന്നു വരുന്നത്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി എന്ത് വരും? x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇതിപ്പോൾ ഞാൻ 2 പാർട്ടിക്കിളാണ് പറഞ്ഞത്. ഇനിയിപ്പം n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ M1 പകരം ഇവിടെ M2, M3, M4 പല പൊസിഷൻസിലായിട്ട് അടുക്കി വെച്ചേക്കുവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം ഞാനിവിടെ എക്സ് ആക്സിസിലാണ് അടുക്കി വെച്ചേക്കുന്നത്, പല ഡിസ്റ്റൻസിലായിട്ട് അടുക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്യാപിറ്റൽ എക്സ് പിന്നെ അതേ രീതി കണ്ടുപിടിക്കാമല്ലോ. എന്ത് പറയാൻ പറ്റും? M1 x1 പ്ലസ് M2 x2 പ്ലസ് M3 x3 പ്ലസ് അപ് ടു Mn xn. ഓക്കെ, ഡിവൈഡ് ബൈ എന്താണ്? എല്ലാ മാസം വെറുതെ ആഡ് ചെയ്യുക, M1 പ്ലസ് M2 പ്ലസ് അപ് ടു Mn. ഓക്കെ, ഇതാണ് അങ്ങനെ എന്ത് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ. ഇതേ ഐഡിയ തന്നെ സപ്പോസ് ഞാൻ പറയുകയാണ്, ഇതിപ്പോൾ ഞാനൊരു എക്സ് ആക്സിസിൽ മാത്രം അടുക്കി വെച്ചു. ഇനിയിപ്പോൾ വൈ ആക്സിസിലൂടെ അടുക്കി വെക്കുക. അതായത് ഇതേ സംഭവം ഞാൻ ഇപ്പോൾ വൈ ആക്സിസിൽ അടുക്കി വെച്ചിരുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞേനെ? നിങ്ങൾ പറയും പൈ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ M1 y1 പ്ലസ് M2 y2 പ്ലസ് അപ് ടു Mn y1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് അപ് ടു Mn. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ പാർട്ടിക്കിൾ ഞാനിപ്പോൾ വൈ ആക്സിസിൽ അടുക്കി വെച്ചാൽ അങ്ങനെ. ഇനിയിപ്പോൾ പകരം എവിടെ, ഈ പ്ലെയിനിൽ എവിടെയെങ്കിലും ആണ് അടുക്കി വെച്ചേക്കുന്നതെങ്കിൽ എനിക്കപ്പം ഈ പ്ലെയിനിൽ പലയിടത്തായിട്ടാണ് ഞാൻ M1ഉം M2 അടുക്കി വെക്കുന്നതെങ്കിൽ അതിന് 2 ആക്സിസും കാണും, എക്സും കാണും, വൈയും കാണും. ആ സമയത്ത് നമുക്ക് ഇതേ ഐഡിയ തന്നെ യൂസ് ചെയ്ത് 2 ഇക്വേഷൻ സെപ്പറേറ്റഡ് എഴുതി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇസഡ് ആണെങ്കിലോ? ഇസഡും എന്നൊരു ടേം കൂടെ വരുമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം 2 ഡയമെൻഷനിൽ ആക്ച്വലി എക്സും വൈയും സെപ്പറേറ്റഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. എക്സ് ഇങ്ങനെ കണ്ടുപിടിക്കാം, വൈ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻസ് കണ്ടുപിടിക്കുന്നത്, എക്സും വൈയും കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ M1 പ്ലസ് M2 പ്ലസ് M1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ് എഴുതാം. അതായത് ആ ബോഡിയിലെ ഓരോ പാർട്ടിക്കിളിൻ്റെ മാസാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ബോഡി നിങ്ങൾ മുഴുവനായിട്ടും മാസ് എങ്ങനെ പറയാൻ പറ്റും? ക്യാപിറ്റൽ M എന്നൊരു വലിയ ടൈമിൽ പറഞ്ഞാൽ മതി. കാര്യം ഓരോ മാസം ആഡ് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? ടോട്ടൽ മാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിനോമിനേറ്റർ ക്യാപിറ്റൽ M എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനെ ഞാൻ ഒന്നുകൂടെ ചെറിയൊരു ഇതാക്കി നൊട്ടേഷനിൽ ഞാൻ എഴുതാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് സമ്മേഷൻ രൂപത്തിലല്ല, അതായത് ഓരോ സമ്മാണ് ഓരോ. അപ്പം ഞാനതിനെ ഒരു സമ്മേഷൻ രൂപത്തിൽ എഴുതുകയാണ്. ഓക്കെ, സമ്മേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? MI xi, ഇപ്പം I is equal to 1 up to n വരെ ഡിവൈഡഡ് ബൈ, ഇതാണ് ഈ മുകളിൽ എഴുതിയേക്കുന്നത്, ന്യൂമറേറ്ററിൽ എഴുതിയേക്കുന്നത്. ഡിനോമിനേറ്ററിൽ എന്തുവാ? എനിക്ക് വേണമെങ്കിൽ സമ്മേഷൻ രൂപത്തിൽ എഴുതാം, പകരം എനിക്ക് ക്യാപിറ്റൽ M എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ? വൈ അപ്പോൾ അതുപോലെ ഇങ്ങനെ എഴുതും, സമ്മേഷൻ I is equal to 1 up to n MI yi ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇതേപോലെ ഇസഡിനും എഴുതാം. ഓക്കെ, an institution for innovative teaching, medical and engineering entrance coaching, CPT/CA entrance, crash course, private tuitions, brain development program for children from 3 to 14 years. Integral, Galaxy Building, Kattanam. 94475 94471 ഇനി നമുക്ക് വേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു എന്താ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് നമുക്കിപ്പം എന്താ എക്സും വൈയും സെപ്പറേറ്റഡ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് നമ്മളിപ്പം എക്സും വൈ എന്ന് പറഞ്ഞാൽ പൊസിഷൻ എന്താ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് എന്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ. അപ്പം നമുക്ക് അതിനെ വേണമെങ്കിൽ ഞാൻ എക്സ് വൈയും എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ? അപ്പം എനിക്ക് വേണമെങ്കിൽ പൊസിഷൻ വെക്ടറിനെ എഴുതിക്കൂടെ? പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു
എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് എഴുതിക്കൂടെ? ഒരു 3 ഡയമെൻഷൻ ആയിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് എഴുതാം ഇസഡ് കെ എന്നും കൂടെ എഴുതാം. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ആക്ച്വലി പൊസിഷൻ കോർഡിനേറ്റ്സ് ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസും വൈ കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഐ ക്യാപ് ജെ ക്യാപ്പോടെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു പൊസിഷൻ വെക്ടർ ആകത്തില്ലേ? എന്തിൻ്റെ പൊസിഷൻ വെക്ടറാണ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ആർ സി ഓം ഇസിക്കൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഓക്കെ, ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അതായത് ആർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? കുറച്ച് മുമ്പ് എക്സ് എഴുതിയത് എക്സിന് പകരം നിങ്ങളിവിടെ എക്സ് എഴുതി, അപ്പോൾ ആർ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇതിൻ്റെ അർത്ഥം എന്താണ്? പല പാർട്ടിക്കിൾസ് പലയിടത്തായിട്ട് ഇരിക്കുന്നു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ വെക്ടർ R1 R2 R3 അങ്ങനെ ഓരോ പൊസിഷൻ വെക്ടറെ ഇൻറ്റു അതിൻ്റെ മാസ് എല്ലാം ചെയ്ത് നമുക്ക് വരുമ്പം അപ്പം ക്യാപിറ്റൽ ആർ ആയിരിക്കും കിട്ടുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പ്രത്യേക ഒരു പൊസിഷൻ ആയിരിക്കും. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞൊരു പ്രത്യേക പൊസിഷൻ വെക്ടർ ആയിരിക്കാം. ആ കിട്ടുന്നതും എന്താണ്? ആ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടിക്കൂടെ? അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്. ഇനി സപ്പോസ് നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ചലിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന എപ്പോഴാണ്? നമ്മൾ പൊസിഷൻ വെക്ടറിനൊന്നും ചേഞ്ച് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാനിപ്പം ഈ ഒരു ഇക്വേഷനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ഇതിനെ എമ്മിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കിട്ടും. മുകളിലുള്ളതിനെ ഞാൻ ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ്. M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 അപ് ടു Mn R1 Rn. ഇങ്ങനെ എഴുതുന്നതിനെ ഞാനിതിനെ എന്ത് ചെയ്യുകയാണ്? d/dt കൊണ്ട് ചെയ്യുകയാണ്. അതായത് d/dt കൊണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് നിങ്ങൾ പൊസിഷൻ വെക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് നോക്കുകയാണ്. പൊസിഷൻ വെക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു എന്നാണ് അർത്ഥം. അതായത് ആ ബോഡി മൂവ് ചെയ്തു എന്നാണ് അർത്ഥം. അതിനുവേണ്ടിയാണ് നിങ്ങൾ d/dt കൊണ്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ d/dt ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. dr/dt ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? M1 ഇൻറ്റു dr1/dt ചെയ്യാൻ പറ്റും. അടുത്തത് M2 dr2/dt. ഇങ്ങനെ ചെയ്ത് പോകുമ്പം Mn dRn/dt. ഇതെന്താണ് ആക്ച്വലി? dr/dt. R എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. അതിൻ്റെ ചേഞ്ച് ഇൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ഇത് ഓരോ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇവിടെ കിട്ടത്തില്ലേ? അതുപോലെ ഓരോ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ആക്ച്വലി കണ്ടുപിടിച്ചത്? ഓരോ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആഡ് ചെയ്യുന്നത്, അതേ ഇൻറ്റു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ടോട്ടൽ മാസിനെ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലാണ് എന്നുള്ളൊരു വലിയൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതിന് നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. M1 M2 M3 അങ്ങനെ പല പാർട്ടിക്കിൾസ്. ഈ പല പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി V1, ഒന്ന് V2, അങ്ങോട്ടായിരിക്കും V3, അങ്ങനെ പലയിടത്തോട്ടും ആയിരിക്കും കിടക്കുന്നത് അല്ലേ വെലോസിറ്റീസ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റിയും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് ഈ മാസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമൺ ഒരാളുണ്ട്. ആരാണ്? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അല്ലേ? സെൻറ്റർ ഓഫ് മാസ് ഒരാളുണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിന് ഒരു പ്രത്യേക വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ചിലപ്പം ഒരു പ്രത്യേക ഡയറക്ഷനിലായിരിക്കും. അപ്പം നമുക്ക് ആ ഡയറക്ഷനിലായിരിക്കും ആ ബോഡിയും മുഴുവനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൻ്റെ വെലോസിറ്റി പല ഡയറക്ഷൻ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഡയറക്ഷൻ ആയിരിക്കും. അതാണ് നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിച്ച്, ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ച്. ആക്ച്വലി അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ഇക്വേഷന്. ഇതേ ഇക്വേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചുകൂടെ?
അത് സിമ്പിളാണ്. വെലോസിറ്റിയെ പിന്നെയും ഒന്നുകൂടെ d/dt ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് അവിടുന്ന് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതേ ഇക്വേഷൻ തന്നെ അപ്പം m2a2 ടു mn എന്ന് വരും അല്ലേ. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വേറൊരു അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഓരോ പാർട്ടിക്കിളിലുള്ള ഫോഴ്സാണ്. ഓരോ പാർട്ടിക്കിളിലുള്ള ഫോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബോഡി ഓരോ പാർട്ടിക്കിളിലുള്ള ഫോഴ്സാണ് ജനറലായിട്ട് ഞാൻ m1 a1 m2 a2 എന്ന് പറയുന്നത്. ഇനി സപ്പോസ് കുറച്ച് പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ബോഡിയെ പറ്റിയാണ് പറയുന്നത്. കുറച്ച് പാർട്ടിക്കിൾ ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം നന്നായിട്ട്. അപ്പം ഈ ഒരു പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്, ഈ പാർട്ടിക്കിൾ വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിക്കിൾ ഓരോ ഫോഴ്സ്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് m1 a1 m2 a2. ഇനി ശ്രദ്ധിക്കുക, ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതി വരാം. അതായത് ഒരു ബോഡിയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരാം, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് വരാം, ഇൻറ്റേർണൽ ഫോഴ്സും വരാം. ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിൽ മറ്റു പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിളിൽ ഔട്ട്സൈഡ് ദ ബോഡി, അതായത് വെളിയിൽ നിന്ന് വരുന്ന ഫോഴ്സ്. നമ്മൾ വെളിയിൽ നിന്ന് ആ ബോഡിയെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, തള്ളാൻ ശ്രമിക്കുന്നു, അങ്ങനെ പല പല ഫോഴ്സ് വെളിയിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ ഫോഴ്സും വരാം. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സിന് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും അകത്തുനിന്ന്, അതായത് ഈ പരസ്പരം മോളിക്യൂൾസോ അല്ലെങ്കിൽ ആറ്റംസോ തമ്മിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ഇൻറ്റേർണൽ ഫോഴ്സ് എന്നും വിളിക്കാം. ഈ ഒരു പാർട്ടിക്കിളിലുള്ള ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മൂലം കൊടുക്കാം, ഇത് മൂലം കൊടുക്കാം, അങ്ങനെ പലത് മൂലം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫോഴ്സസ് എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇത് മൂലം ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനെ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും, ഈ പാർട്ടിക്കിൾ ഇത് മൂലം കൊടുക്കുന്നതിന് ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും. അപ്പം ഇൻറ്റേർണൽ ഫോഴ്സസ് യൂഷ്വലി ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും ചിലപ്പം, ചില കേസുകളിൽ. ചില കേസല്ല, ഒരുവിധം കേസിലെല്ലാം അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ആക്ച്വലി ഒരു ബോഡിയിൽ ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? ആക്ച്വലി ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ m ഇൻറ്റു മാസ്, അതായത് ബോഡിയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എഫ് എക്സ്റ്റേണൽ എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇൻറ്റേർണൽ ഫോഴ്സസ് എല്ലാം ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റേർണൽ ഫോഴ്സിനെ ആക്ച്വലി ഇതിനെ എഫ് ഇൻറ്റേർണൽ എന്നും കൂടെ ഞാൻ എഴുതുകയാണ്. എന്നിട്ട് ഇത് ആക്ച്വലി നമ്മൾ കളയുകയാണ്. അപ്പോൾ എഫ് എക്സ്റ്റേണൽ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു സിമ്പിൾ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്, വെളിയിൽ നിന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ വിചാരിക്കാം? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. ഓക്കെ, വെളിയിൽ നിന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടിക്കിളിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ആ ഫോഴ്സ് എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, സപ്പോസ് ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു പ്രൊജക്റ്റൈൽ ടൈപ്പ് ഓഫ് മോഷൻ വരയ്ക്കുകയാണ്. പ്രൊജക്റ്റൈൽ ടൈപ്പ് ഓഫ് മോഷൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സപ്പോസ് ഒരു ബോംബ് ഇങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ആറ്റം ഇങ്ങനെ പോവുകയാണ്. ബോംബായിക്കോട്ടെ, ബോംബായിരിക്കും കുറച്ചുകൂടെ നല്ലത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബോംബ് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ പ്രൊജക്റ്റൈൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വീഴണം. പക്ഷെ പകുതിക്ക് വെച്ചിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ ബോംബിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ പാർട്ടിക്കിൾ തന്നെയാണ് അല്ലേ. ആ ബോംബ് ഇവിടെ വെച്ചിട്ട് പൊട്ടിത്തെറിച്ചു, പല ഡയറക്ഷനിലായിട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ബോഡിയിൽ വെളിയിൽ നിന്നൊരു ഫോഴ്സ് ആ ബോംബിൽ സംഭവിച്ചിട്ടില്ല. ആ ബോംബ് പൊട്ടുക എന്ന് പറയുമ്പോൾ ഇൻറ്റേർണലി എന്തോ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് ആ ബോഡിയിലൊരു ആക്സിലറേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എഫ് എക്സ്റ്റേണൽ മാത്രം വിചാരിച്ചാൽ മാത്രമേ അതിലൊരു ആക്സിലറേഷൻ നടക്കത്തുള്ളൂ. എഫ് ഇൻറ്റേർണൽ എന്ന് പറയുന്നൊരു സാധനം അതിനില്ല. അപ്പം ഒരു ബോഡി പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പം അത് അകത്തുനിന്ന് ആണ് പൊട്ടിത്തെറിക്കുന്നത്, വെളിയിൽ നിന്നൊരു ഫോഴ്സ് കൊണ്ടല്ല പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതായത് പോകേണ്ടിയിരുന്ന വഴിയിലോട്ട് തന്നെ പോയി വീഴും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് പല ഡയറക്ഷനിൽ പോകും. പക്ഷേ ആ പാർട്ടിക്കിൾസിൻ്റെ
പല ഡയറക്ഷനിൽ പോയാൽ പോലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഓരോ ടൈമിലും ആ ബോംബ് പോകേണ്ട അതേ ട്രാക്കിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും നിൽക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വന്ന വഴിയാണിത്. അതപ്പോൾ പോകേണ്ടിയിരുന്ന വഴി ഇത് തന്നെയാണ്. ഈ പാർട്ടിക്കിൾസ് പല ഭാഗങ്ങളിലേക്ക് തെറിച്ചു പോകും. ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന പല തെറിച്ചു പോയ പാർട്ടിക്കിൾസാണ്. പക്ഷേ അതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകേണ്ടിയിരുന്ന അതേ വഴിയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ആ ബോഡിക്ക് ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു ആക്സലറേഷൻ കിട്ടത്തുള്ളൂ. സെൻറ്റർ ഓഫ് ആക്സലറേഷൻ കിട്ടിയാൽ മാത്രമേ അത് അതിൻ്റെ ട്രാജക്ടറിയിൽ നിന്ന് മാറി വേറൊരു ട്രാജക്ടറിലോട്ട് വല്ലതും പോകത്തുള്ളൂ. ഏത്? സെൻറ്റർ ഓഫ് മാസ്. പക്ഷേ ഇവിടുത്തെ കേസിൽ എഫ് എക്സ്റ്റേണൽ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് കറക്റ്റ് അതേ പാത്തിക്കിടെ തന്നെ വന്ന് വീഴുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ലീനിയർ മൊമെൻറ്റം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ലീനിയർ മൊമെൻറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പത്തെ ഞാൻ പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഇക്വേഷൻ പ്രകാരം ക്യാപിറ്റൽ എം ഇൻറ്റു വി എന്ന് പറയുന്നത് =m1 + m2 + up to അങ്ങനെ പറയാം അല്ലേ? അപ്പം ലീനിയർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിക്കിളിലെയും ലീനിയർ മൊമെൻറ്റം ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? അപ് ടു Pn വരെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെയും ആഡ് ചെയ്യുമ്പോഴത്തേക്കും m1 v1 + m2 v2 + up to mn vn. ഇതെന്ന് പറയാൻ നിങ്ങൾ കുറച്ച് മുമ്പ് എന്താ കണ്ടുപിടിച്ചത്? ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസിന് ഈക്വലാണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. അത് ചെയ്താൽ മതി, നമുക്ക് ആ ബോഡിയുടെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കിട്ടും ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ. ഓക്കെ, ഇനി ഇതേ ഐഡിയ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ d/dt ഓഫ് p, അതായത് ടോട്ടൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വെലോസിറ്റി സെൻറ്റർ മാസിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അവിടെ മാസിൻ്റെ ആക്സിലറേഷൻ വരും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്ത്? എഫ് എക്സ്റ്റേണൽ എന്ന് കണ്ടുപിടിച്ചു. ഈ എഫ് എക്സ്റ്റേണൽ എന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന അതേ ഐഡിയ തന്നെ. അതായത് ഒരു ബോഡിയുടെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് മാറണം? വെലോസിറ്റി മാറണം. വെലോസിറ്റി മാറുക എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ഒരു ആക്സിലറേഷൻ സംഭവിക്കണം. ആക്സിലറേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടണം. അപ്പോൾ ഇപ്പം ഒരു ബോഡിയിലുള്ള ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ? ഇവിടുത്തെ കേസിൽ എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ചേഞ്ച് ആവുമോ? ഇല്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനിയിപ്പം നമുക്ക് നോക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസും. ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഓഫ് റെഫറൻസും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസാണ്. നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഈ ഒരു ബോംബ് പോയി ഇവിടെ പൊട്ടി തെറിച്ച് വെളിയിൽ നോക്കുന്നതാണ് എല്ലാം പറഞ്ഞതല്ലേ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. സപ്പോസ് ഒരു ആറ്റം, വലിയൊരു ആറ്റം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാവൽ ചെയ്തൊരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ചു. അത് അൺസ്റ്റേബിളായിട്ടൊരു ആറ്റമായിരുന്നു. അപ്പോൾ അത് ഹീലിയമായിട്ടും വേറൊരു കുറച്ച് വലിയ ആറ്റം മാറി.
ചെറിയ ആറ്റം, ഇതൊരു വലിയ ആറ്റം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ പോയിന്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഈ രണ്ട് മാസമാണ്, M1 M2 2 മാസമാണ്. അപ്പം ആക്ച്വലി ഇത് രണ്ടിൻ്റെയും നടുക്ക് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. അതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും എന്ത് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഏകദേശം ഇവിടെ ആയിരിക്കും. കാരണം എന്താ, ഇതാണ് ഇവർ തമ്മിലുള്ള ലൈന്, ഇവിടാണെന്ന് ഞാൻ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ വരയ്ക്കുകയാണെങ്കിൽ ഫിഗർ ഹീലിയത്തിൻ്റെ ചെറിയ ആറ്റം ഇവിടോട്ടായി. ഇവർ തമ്മിലുള്ള ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പോയിൻ്റ് ഏകദേശം ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും അത് വന്നുകൊണ്ടിരുന്ന കറക്റ്റ് അതേ ലൈനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ആ രീതിയിലായിരിക്കും നമ്മുടെ ഹീലിയം ആറ്റവും ഈ ആറ്റവും തമ്മിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ലൈൻ പോകുന്നത്. അപ്പം മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? കാരണം ഇതൊക്കെ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. അതിൽ എക്സ്റ്റേണലി ഫോഴ്സ് വീണിട്ടില്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒരിക്കലും ഷിഫ്റ്റ് ആവത്തില്ല. അത് പോകേണ്ട ട്രാജക്ടറി തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കും. ഇനി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണ്. അപ്പം ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ പോയിന്റിൽ ഇരുന്നിട്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സംഭവിച്ചോളാം. ആ പോയിന്റിനെ ഞാനിങ്ങനെ വരച്ച് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഈ പോയിന്റിനെ സംബന്ധിച്ചോളം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്തുന്നിടം വരെ അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയത്. ആ പോയിന്റിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും പോകുന്നു അല്ലേ. അപ്പം ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സെക്കൻഡിൽ അത് ഇവിടാണ്, അടുത്ത സെക്കൻഡിൽ ഇത് ഇവിടാണ്. അപ്പം ആ പോയിന്റിൽ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തുനിന്ന് രണ്ട് ആറ്റംസ് ദൂരേക്ക് പോകുന്നു. ഒന്ന് ഇച്ചിരി ദൂരെ മാറി വരയ്ക്കണം, ഹീലിയം ആറ്റം. അത് അടുത്തത് ഇച്ചിരി വലിയ ആറ്റം, ഇച്ചിരി അതിൻ്റെ അടുത്തിരിക്കുക വരയ്ക്കണം. അപ്പം ആ ആറ്റം നോക്കുമ്പോഴത്തേക്ക് ഓരോ ടൈം കഴിയുന്നതോറും ഇത് അങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും, ഇത് താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഹീലിയം ആയിരിക്കും കുറച്ച് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇത് കുറച്ച് പതുക്കെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച. അവിടെ ഒരാൾ മുന്നോട്ടും ഒരാൾ പുറകോട്ടും പോകുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മോഷൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് വെക്റ്റർ അഡീഷൻ, വെക്റ്റർ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റർ ബൈ സ്കെലാറൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ പ്രോഡക്റ്റ് എന്നൊരു ഐഡിയ ആണ്. ഇതൊരു ടൈപ്പ്, രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഒരു പ്രോസസ്സാണ്. ലൈക്ക് ഒരു അഡീഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന പോലെ ഒരു ടൈപ്പാണ്. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ വെക്റ്റർ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സപ്പോസ് എയും ബി രണ്ട് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും രണ്ട് വെക്റ്റേഴ്സാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്കെലാർ ആയിരിക്കും. അതായത് പുതിയതായിട്ട് നിങ്ങൾക്കൊരു വെക്റ്റർ കിട്ടത്തില്ല, പകരം അവിടെ സ്കെലാർ ആയിരിക്കും കിട്ടുന്നത്. ആ സ്കെലാറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ ബി കോസ് തീറ്റ. സപ്പോസ് ഇതൊരു എ വെക്റ്റർ ആണെങ്കിൽ ഇതൊരു ബി വെക്റ്റർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എ ബി കോസ് തീറ്റ. ഇനി ക്രോസ് പ്രോഡക്റ്റ് എന്താ? ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പുതിയ വെക്റ്റർ ആയിരിക്കും. ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന രീതിയാണ് എ ബി. ഇവിടെ നിങ്ങൾക്ക് വെക്റ്റർ എഴുതേണ്ട ആവശ്യമില്ല, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. എ ബി സൈൻ തീറ്റ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് കിട്ടുന്നൊരു വെക്റ്റർ ആയിരിക്കും. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഇനി ഇവിടുത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഡയറക്ഷൻ്റെ ആവശ്യമില്ല. കാര്യം ഇതൊരു കിട്ടുന്ന സ്കെലാറാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയും ചെയ്യണം, അതിൻ്റെ ഡയറക്ഷനും വേണം. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് എൻ്റെ വെക്റ്റർ ഇതെൻ്റെ ബി വെക്റ്ററാണ്, ഇതെൻ്റെ എ വെക്റ്ററാണ്. അപ്പോൾ എന്നോട് എ ക്രോസ് ബി ആണ് ചോദിച്ചേക്കുന്നത്.
ആ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആംഗിൾ ആ തീറ്റ തന്നേക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങളുടെ കൈ എടുത്തിട്ട് നിങ്ങൾ കേളി വരയ്ക്കുക. കേളി ഇപ്പോൾ റൈറ്റ് ആംഗിൾ തമ്പ് റൂൾ അറിയത്തില്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അത് വെച്ചിട്ട് നിങ്ങളുടെ കൈ അതിനെ ആ ഒരു ആംഗിൾ പോകുന്ന ഡയറക്ഷനിൽ നിങ്ങൾ ചുറ്റുക. ഫ്രം എ ടു ബി ചോദിച്ചേക്കുന്ന എ ക്രോസ് ബി ആണ്. സോ എ ടു ബി ആണ് ട്രാവൽ ചെയ്യേണ്ടത്. എയിൽ നിന്ന് ബിയിലേക്ക് തീറ്റ വരയ്ക്കുന്ന പോലെ നിങ്ങളുടെ കൈ വരയ്ക്കുക. വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ഈ ഒരു കേസിൽ ഈ ബോർഡിലാണ് എയും ബിയും കിടക്കുന്നത്. ആ ബോർഡിലെ പ്ലെയിനിലൂടെ നിങ്ങളിങ്ങനെ കൈ ചുറ്റുമ്പോഴത്തേക്കും നിങ്ങളുടെ തമ്പ് എങ്ങോട്ടാണ് വരുന്നത്? ഔട്ട്സൈഡ് ദ ബോർഡാണ് അല്ലേ, ബോർഡിന് വെളിയിലേക്കാണ് തമ്പ് വരുന്നത്. അപ്പോൾ ആ കേസിൽ എ ക്രോസ് ബി എന്ന് പറയുന്ന കിട്ടുന്ന പുതിയ വെക്ടറിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണെങ്കിൽ സിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്സൈഡ് ദ ബോർഡായിരിക്കും, ഔട്ട്സൈഡ് ദ ബോർഡ്. ഇനി ഇതേ സാധനം ഞാനിപ്പം നിങ്ങളോട് തിരിച്ചു പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബി ക്രോസ് എ ആണ് ചോദിക്കുന്നതെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ആ സമയത്ത് നിങ്ങൾ കാണേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, തീറ്റ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞിട്ടാണ് നിങ്ങൾ കൈ കേൾ ചെയ്യേണ്ടത്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കേൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ തമ്പ് ഇൻ ടു ദ ബോർഡ് ആയിപ്പോവും. അപ്പോൾ ആംഗിൾ എന്താ? -cu ആയിപ്പോവും, ഇൻ ടു ദ ബോർഡ്. ഓക്കെ, ഇൻ ടു ദ ബോർഡ് ആയിപ്പോവും. എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറഞ്ഞതൊന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.